ആസിഫ് അലി, ബിജു മേനോൻ എന്നിവർ ഒരുമിച്ച് അഭിനയിക്കുന്ന ജിസ് ജോയ് സിനിമയാണ് തലവൻ. ആസിഫ് അലി ജിസ് ജോയ് കോംബോയിലുള്ള വിജയ് സൂപ്പർ ആയാലും സൺഡേ ഗോൾഡ് ആയാലും രണ്ടും എൻ്റെ ഫേവറേറ്റ് സിനിമകളാണ്. പിന്നെ ഇന്നലെ വരെ എനിക്ക് തീരെ വർക്കാവാത്ത സിനിമയുമാണ്. അത് OTT പ്രൊഡക്റ്റ് ആയിരുന്നു. തലവൻ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയാണ്. ഒരു ത്രൂഔട്ട് ഒരു ത്രില്ലറൊന്നുമല്ല, എന്നാൽ പല ഭാഗങ്ങളിലും ഒരു ത്രില്ലിങ് എലമെൻ്റ് ഉണ്ട്. ഒരു രസമുള്ള സംഭവമാണ്. അതായത് ഒരു കൊലപാതക അന്വേഷണമാണ്, പക്ഷേ ഈ നമ്മൾ സ്ഥിരം സിനിമകളിൽ കാണുന്ന പോലത്തെ ഒരു പാറ്റേൺ അങ്ങനെ ഒരു പരിപാടിയല്ല. ശരിയാണ്, ആരാണ് എന്തിനാണ് ചെയ്തതെന്നുള്ള ഒരു ഫാക്റ്റാണ്, പക്ഷേ അത് അന്വേഷിക്കുന്ന രീതിയും എങ്ങനെ കൊലപാതകം നടക്കുന്നു, അത് എവിടെ നടക്കുന്നു എന്നുള്ളതൊക്കെ ഈ കഥയിലൊരു പെക്യുലർ ആയിട്ടുള്ള കാര്യമാണ്. അത് ഈ സ്ക്രിപ്റ്റ് ജിസ് ജോയ് അല്ല, സാധാരണ ജിസ് ജോയ് സിനിമകൾ പുള്ളി തന്നെയാണ് എഴുതുന്നത്. ഇതിൽ ഡയലോഗ്സ് മാത്രമേ ഉള്ളൂ ജിസ് ജോയ്. സ്റ്റോറിയും സ്ക്രീൻ പ്ലേയും എഴുതിയിരിക്കുന്നത് മറ്റ് രണ്ടുപേരാണ്. അതിലൊരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥരുമാണ്. അവർ രണ്ടുപേരും ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു ഇത്തരത്തിലുള്ളൊരു സെയിം ഒരു പോലീസ് പ്രൊസീജിയർ സിനിമയെ അവരെ കൊണ്ട് പറ്റുന്ന അത്ര മാക്സിമം ഡിഫറൻ്റ് ആയിട്ട് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ പെർഫോമൻസ് വൈസ് ആസിഫ് അലി, ബിജു മേനോൻ രണ്ടുപേരും തകർത്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിരുന്നു. കോട്ടൻ നസീർ ആയാലും ജാഫർ ഇടിക്കായാലും ഒക്കെ. എനിക്ക് ആകെ മടുപ്പ് തോന്നിയത് ഇപ്പോൾ ദിലീഷ് പോത്തൻ ഒരു മീഡിയയിലൂടെ ഈ കേസിനെ പറ്റി പറയുന്നൊരിതുണ്ട്. അത് പൊടിക്ക് ഓവറായിട്ട് തോന്നി. പക്ഷെ അത് ഒരു ചാനൽ ചർച്ചയിലായതുകൊണ്ട് തന്നെ നെഗ്ലിജിബിളാണ്. പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകൾ, പ്രത്യേകിച്ച് ഒരു ഫൈറ്റ് ഇതിൽ ഫസ്റ്റ് ഹാഫ് വരുന്നുണ്ട്, ഒരു ജയിൽ ഫൈറ്റ്. അതിൽ ഈ ജൂനിയർ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് ഒക്കെ മോശമാണ്. അപ്പം ജിസ് ജോയെ പറ്റി പറയുകയാണെങ്കിൽ കിടിലം മേക്കിംഗ് ആയിരുന്നു. നല്ല വൃത്തിക്ക് വെടുപ്പായി എടുത്തു വെച്ചിട്ടുണ്ട്. മറ്റൊരു എക്സ്ട്രാ സ്കോപ്പൊക്കെ ഉള്ള റേഷ്യോയിലാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. കളർ ഗ്രേഡിങ് ആയാലും വിഷ്വൽസ് ആയാലും ഒക്കെ പുള്ളി മാക്സിമം നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് പുള്ളിയല്ല ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഫുൾ ടീമിനെ കൊണ്ട് സെറ്റാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആകെ ജിസ് ജോയുടെ സൈഡിലെ ഒരു മേക്കിംഗ് എനിക്ക് പ്രശ്നം തോന്നിയത് ഈ ജയിൽ ഫൈറ്റാണ്. അതൊന്ന് സ്റ്റേജ് ചെയ്തിരിക്കുന്ന രീതിയും ആ ഫൈറ്റും അത് ആവശ്യമേ ഇല്ലായിരുന്നു. ആ ഫൈറ്റിൻ്റെ അതൊഴിച്ച് ബാക്കി ജിസ് ജോയ് തകർത്തിലുണ്ട്. അപ്പോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ ടെക്നിക്കലിയും പരിപാടിയും ഒക്കെ പ്ലസ് ആണ്. പ്രശ്നം വരുന്നത് ഈ സ്ക്രിപ്റ്റിൽ ഞാൻ പെക്യുലർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെന്ന് പറയുമ്പോൾ പോലും സ്ക്രിപ്റ്റിൽ ആണ് അതിൻ്റെ ഒരു പ്രശ്നവും ഈ സിനിമയുടെ വരുന്നത്. ആദ്യത്തെ ഒരു മെയിൻ പ്രശ്നം, ഈ സിനിമയിലേക്ക് ഇന്നാവാൻ ടൈം എടുക്കുന്നു. ഞാനൊരു 30 മിനിറ്റിന് ശേഷമാണ് സിനിമയിലേക്ക് ഇന്നായത്. അതുവരെ ഈ സ്കാറ്റേർഡായിട്ട് കുറേ വിഷ്വൽസ് കാണിക്കുവാണ്. ക്യാരക്ടേഴ്സിനെ നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതാണ്, പക്ഷേ എങ്കിൽ പോലും കുറേ ടൈം എടുത്തു ഒന്ന് ഇന്നാകാൻ വേണ്ടി. ഈ മർഡർ നടക്കുന്നത് 30-ാം മിനിറ്റിലൊക്കെയാണ്. അവിടെ തൊട്ടാണ് ഇന്നായത്. പിന്നെ അവസാനം ഈ പ്രതി ആരാന്നുള്ള ട്വിസ്റ്റ് അടിപൊളിയായിരുന്നു. നല്ല രസമായിട്ട് നമ്മൾ ആരും പ്രതീക്ഷിക്കത്തില്ല, അത് ഉറപ്പാണ്. പിന്നീട് അങ്ങോട്ട് അതിനൊരു മോട്ടീവും അതുപോലെ തന്നെ പ്രതിയുടെ പെർഫോമൻസും ഒക്കെ എനിക്ക് ഒട്ടും കൺവിൻസ്ഡ് ആയില്ല. മോട്ടീവ് ഒക്കെ കുറച്ചുകൂടെ റെഡിയാക്കാമായിരുന്നു. ഈ സിനിമയുടെ ഏറ്റവും മികവുറ്റൊരു സൈഡും ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിലെ ഒരു പുതുമയാണ്. എന്നാൽ ഒരു നെഗറ്റീവായിട്ട് പറയാനുള്ളതും സ്ക്രിപ്റ്റിലെ ചെറിയ ചെറിയ ഫ്ലോസ് ആണ്. പക്ഷെ അകത്തൊക്കെ കൊടുക്കുന്ന പൈസയ്ക്ക് മുതലായിട്ടുള്ളൊരു സിനിമയാണ്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പം ഭയങ്കര പോസിറ്റീവ് റിവ്യൂ വരുന്നുണ്ട്. എനിക്ക് ആ ഒരു റേഞ്ച് തോന്നിയില്ല, പക്ഷേ എങ്കിൽ പോലും ഒരു എബോവ് ആവറേജ് സിനിമയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ കൊടുക്കുന്ന റേറ്റിംഗ് 3.25 ഔട്ട് ഓഫ് 5 ആണ്.